പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ്. ഈ വീഡിയോ പുരുഷന്മാർ നിർബന്ധമായും കാണുക. പുരുഷന്മാരെന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ, അധ്യാപകർ, അതുപോലെ ഒപ്പമാർ, സ്ത്രീകളുമായി ബന്ധപ്പെടാത്ത ഒരു പുരുഷന്മാരുണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു വ്യക്തി സ്വന്തം ഉമ്മയോടെങ്കിലും അവൻ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ഏതൊരു പുരുഷനും ഈ വീഡിയോ നിർബന്ധമായും കണ്ടിരിക്കണം. പ്രത്യേകിച്ചും ഒരുപാട് ചെറുപ്പക്കാരുടെ പരാതിയാണ്: എനിക്ക് പണമുണ്ട്, വീടുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, നല്ല കുടുംബമുണ്ട്, വിവാഹപ്രായമായിട്ടും എനിക്ക് യോജിച്ച ഇണകളെ, പെൺകുട്ടികളെ കിട്ടുന്നില്ല. ഒരുപാട് യുവാക്കളുണ്ട്, നമുക്ക് അറിയാം. ഇവർക്കൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഒരു സ്ത്രീ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരു പുരുഷനിൽ നിന്ന് എന്താണ് സ്ത്രീക്ക് ലഭിക്കേണ്ടത്? എന്താണ് വേണ്ടത്? ഒരു സ്ത്രീ പുരുഷനെ ഇഷ്ടപ്പെടണമെങ്കിൽ പുരുഷനിൽ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വാളിറ്റീസാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. സ്ത്രീകൾക്കും ഇത് കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. 10 ഫീമെയിൽ വീക്ക്നെസ് ആണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് മാൻ ഓഫ് വേർഡ്സ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ കാണുന്നത് വളരെ കൃത്യമായ, തീക്ഷ്ണമായ രൂപത്തിലാണ് അവൾ നിരീക്ഷിക്കുന്നത്. ഒരു സ്ത്രീ ഒരു പുരുഷനെ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അവൻ്റെ നോട്ടത്തെയും അവൻ്റെ സംസാരത്തെയും അവൻ്റെ ബോഡി ലാംഗ്വേജ്, അവൻ്റെ മുഖഭാവങ്ങൾ, ശരീരഭാവങ്ങൾ, ഇതൊക്കെ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ് സ്ത്രീകൾ. പുരുഷൻ ഒരാളോട് സംസാരിക്കുമ്പോൾ അതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. അതേസമയത്ത് ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, അവനുമായി ഇടപാട് നടത്തുമ്പോൾ ഒരു പുരുഷനെ കൃത്യമായി ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് സ്ത്രീകൾ ഉള്ളത്. അവൻ്റെ സംസാരം എങ്ങനെയാണ്, അവൻ്റെ സ്പർശനം, അവൻ്റെ സ്മെൽ, അതുപോലെ അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവൻ്റെ നടത്തം, വസ്ത്രം, അവൻ്റെ ചെരുപ്പ്, അതുപോലെ ഏതുവരെ എന്ന് പറഞ്ഞാൽ മൊബൈലിൽ നമ്മൾ ഇടുന്ന കവർ വരെ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് അധ്യാപകർക്കൊക്കെ അറിയാം. നമ്മൾ ക്ലാസ്സിൽ ചെന്നാൽ നമ്മുടെ വേഷത്തിലോ നമ്മുടെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ പെൺകുട്ടികൾ പ്രത്യേകം പറയും, ഇത് നിങ്ങൾക്ക് ചേരുന്നില്ല, ഇത് ശരിയായില്ല, ഇത് ചിലപ്പോൾ നല്ലതാണെങ്കിൽ നല്ല അഭിപ്രായം പറയും. അവർ കൃത്യമായി നമ്മളെ വാപ്പമാരെ പെൺകുട്ടികൾ ഒബ്സർവ് ചെയ്യും. അതുപോലെ അധ്യാപകരാണെങ്കിൽ ഇവിടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ ഒബ്സർവ് ചെയ്യും. അതുപോലെ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ഒബ്സർവ് ചെയ്യും. ഭർത്താവിൻ്റെ നടത്തം, വസ്ത്രം, അതുപോലെ ചിരി, അങ്ങനെ നോട്ടം, എല്ലാം കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ് സ്ത്രീകൾ ഉള്ളത്. അതുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ നോട്ടം, അതുപോലെ തെറ്റായ നോട്ടങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മുടെ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് സ്ത്രീകളോട് പറയുകയാണെങ്കിൽ പ്രത്യേകം പെട്ടെന്ന് അവർക്കത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയും. അതിനുള്ള കഴിവുണ്ട്. കാരണം സ്ത്രീകൾക്ക് ഇൻറ്റ്യൂഷൻ കഴിവ് കൂടുതലാണ്. അതുപോലെ സ്ത്രീകൾക്ക് സ്മെൽ സെൻസ് കൂടുതലാണ്. സ്മെല്ലിലൂടെ മണത്തറിയാൻ കഴിയും. ഈ സിഗരറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അത്രയൊക്കെ പൂശി ചുയിങ്ങാമൊക്കെ കടിച്ച് ഭാര്യ അറിയാതിരിക്കാൻ വേണ്ടി വീട്ടിൽ വരികയാണെങ്കിൽ അത് എങ്ങനെയാണെങ്കിലും അത് വാരി പിടിച്ചിരിക്കും. കാരണം അതിനുള്ള സ്മെൽ സെൻസുകൾ കൂടുതലാണ് സ്ത്രീകൾക്ക്. അതുപോലെ ഹിയറിംഗ് കപ്പാസിറ്റി, കേൾക്കാനുള്ള ദൂരത്തുള്ള ശബ്ദങ്ങൾ, ചെറിയ ശബ്ദങ്ങൾ, ചെറിയ മാറ്റങ്ങൾ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ ഈ കണ്ണിലുള്ള കോൺ സെല്ലുകൾ കൂടുതൽ വിശാലമായതും ശക്തമായതും കാരണം കൊണ്ട് ഇവർക്ക് ആണുങ്ങളുടെ കണ്ണിലുള്ള ആ ചലനങ്ങളിലുള്ള മാറ്റങ്ങൾ പ്രത്യേകം പെട്ടെന്ന് മനസ്സിലാക്കാനും സംസാരത്തിൻ്റെ മാറ്റങ്ങൾ കണ്ണിലൂടെ മനസ്സിലാക്കാനും കഴിയുന്നവരാണ് സ്ത്രീകൾ. അതുപോലെ പ്രത്യേകമായൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ് സെൻറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബോർഡാണ്. സംസാരപ്രിയരാണ് സ്ത്രീകൾ. കാരണം അവർ ജന്മന അങ്ങനെയാണ്. കാരണം ആൺകുട്ടികളെ അപേക്ഷിച്ച് സംസാരിച്ച് തുടങ്ങുന്നത് പെൺകുട്ടികളാണ്. അതുപോലെ കൂടുതൽ സംസാരിക്കുന്നത് സ്ത്രീകളാണ്. അവരുടെ വികാരങ്ങൾ, പ്രയാസങ്ങൾ അവർ മറ്റൊരാളോട് പറയുകയും അതിന് കേൾക്കുകയും ചെയ്യുന്ന ഒരു പുരുഷനാണ് അവർക്ക് കൂടുതലും ഇഷ്ടം. വാക്കുകൾ പാലിക്കുന്ന പുരുഷൻ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ തരം പുരുഷന്മാർ, അതായത് സ്ത്രീകളുടെ രണ്ടാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് പാഷൻ മാൻ. പാഷൻ മാൻ എന്ന് പറയുന്നത് അവൻ എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്ന പുരുഷൻ. അവൻ്റെ ജോലിയിലോ പഠനത്തിലോ വീട്ടിലോ
അവനുമായി നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള മേഖലകൾക്ക് വ്യത്യസ്തമായ ഒരു വെറൈറ്റിയായി ചിന്തിക്കുന്ന പുതിയ പുതിയ പ്ലാൻസുകൾ കാലത്തിന് ഒത്ത്, അതുപോലെ ഓരോ സന്ദർഭത്തിനൊത്ത് പുതിയ പുതിയ പ്ലാൻസുകൾ, അതുപോലെ കൃത്യമായ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് പർപ്പസ്ഫുള്ളായിട്ടുള്ള പുരുഷന്മാരെയാണ് കൂടുതലും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാറുള്ളത്. അതുപോലെ പുതിയ പുതിയ പ്ലാനുകൾ ചെയ്യുന്നു, എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നല്ല പ്ലാനുകൾ ചിന്തിക്കുകയും അതിനെ എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള പുരുഷന്മാരെയാണ് പൊതുവെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാറുള്ളത്. സ്ത്രീകൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന 10 വീക്ക്നെസ്സുകളിൽ മൂന്നാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് കോൺഫിഡൻറ്റ് മാൻ എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാരുടെ പ്രത്യേകത, ഇവർ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുള്ളവരാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പബ്ലിക്കിൽ സംസാരിക്കേണ്ടി വന്നാൽ, കുടുംബത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടി വന്നാൽ അവർ കൃത്യമായി വളരെ മാന്യമായ രൂപത്തിൽ സംസാരിക്കുന്ന പുരുഷന്മാർ. അതുപോലെ ഒരു ആശയം മറ്റൊരാൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിവുള്ള വളരെ സ്ലോ ആൻഡ് ക്ലിയർ വോയിസ്. ഇവർ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോൺഫിഡൻസ് ആയിട്ടുള്ള പുരുഷന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത് ഇവർ വളരെ സാവധാനത്തിൽ സംസാരിക്കും, പതുക്കെ സംസാരിക്കും, അതുപോലെ വ്യക്തമായി സംസാരിക്കും, ചാടി എഴുന്നേറ്റ് സംസാരിക്കുക, പൊട്ടിത്തെറിച്ച് സംസാരിക്കുക, കയർത്ത് സംസാരിക്കുക, ചൂടായി സംസാരിക്കുക. ഇത് ചിലപ്പോൾ ഈഗോ കൊണ്ട് ചില ചെറുപ്പക്കാരൊക്കെ സ്ത്രീകളുടെ മുമ്പിൽ കാണിക്കാൻ ഇത് ഒട്ടും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. വളരെ സാവധാനത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, ചെറിയ ശബ്ദത്തോടുകൂടെ, കുറച്ചും കൂടി നല്ല കോൺഫിഡൻസോടുകൂടെ, ക്ലിയറായ സംസാരിക്കുന്ന ആളുകളെയാണ് പൊതുവെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാറുള്ളത്. അതുപോലെ ഈ പുരുഷന്മാരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർ ബോഡി ലാംഗ്വേജ് കൃത്യമായി ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവരുടെ നോട്ടം, അവരുടെ സ്പർശനം, അവരുടെ സംസാര രീതി, അവരുടെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് സംസാരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ ഏത് സ്ത്രീകൾക്കും അവരെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുപോലെ ഇവരുടെ മറ്റൊന്ന്, ഇവർ പോസിറ്റീവ് എനർജി എപ്പോഴും ഒരു സംസാരത്തിലും അവരുടെ നടത്തത്തിലൊക്കെ നല്ല എനർജി ഉള്ള ഒരു രൂപത്തിലായിരിക്കും അവരുടെ നടത്തവും അവരുടെ പെരുമാറ്റ രീതിയൊക്കെ. അങ്ങനെയുള്ള പുരുഷന്മാരെയാണ് കൂടുതൽ സ്ത്രീകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. അതുപോലെ ഓവർ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല സംസാരത്തിൽ. എന്തെങ്കിലും പറയണമെങ്കിൽ കുറേ സംസാരിക്കുക, ഒരുപാട് വിശദീകരിക്കുന്നതിന് പകരം ചെറിയ സമയം കൊണ്ട് കൂടുതൽ കാര്യം പറയുകയും അത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയും ചെയ്യുന്ന പുരുഷന്മാരെയാണ് ഏത് സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുക. ഒരു കുട്ടികളാണെങ്കിൽ, അധ്യാപകനാണെങ്കിൽ, ഉപ്പയാണെങ്കിൽ, അതുപോലെ ഭർത്താവാണെങ്കിൽ, ആരാണെങ്കിലും ഈ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടെങ്കിൽ ഈ തരത്തിലുള്ള പുരുഷന്മാരാണ് ഇഷ്ടപ്പെടുക. നാലാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് ആംബിഷ്യസ് മാൻ. ഈ പുരുഷന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് കൃത്യമായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ അപേക്ഷിച്ച് ഇവർക്ക് ഒരുപാട് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. കാരണം കുട്ടിയെ പ്രസവിക്കുന്നതും കുട്ടിയെ പരിപാലിക്കുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കാൻ പാടില്ല, മറ്റൊരാളുടെ മുമ്പിലും താഴ്ന്നു നിൽക്കാൻ പാടില്ല, എൻ്റെ മക്കൾ ഉഷാറാവണം, ഭർത്താവ് ഉയർന്നു നിൽക്കണം, നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ. അതുപോലെ നമുക്ക് കുടുംബത്തിൻ്റെ അടുത്തൊക്കെ പോകാൻ ഒരു ചെറിയൊരു വാഹനം വേണം, വീട് വേണം, ജോലി വേണം, പൈസ വേണം. ഇങ്ങനെ ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ആ സ്വപ്നങ്ങൾക്ക് കൂടെ നിന്ന് സഹകരിച്ച് അതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയും സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം. അത് സ്ത്രീകൾ കൂടെ നിൽക്കുക തന്നെ ചെയ്യും ആ വിഷയത്തിലൊക്കെ. അപ്പോൾ അതിന് കൂടെ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെയാണ്, പുരുഷന്മാരെയാണ് കൂടുതലും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാറുള്ളത്. അതുപോലെ വളരെ രസമുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ്സാണ് സ്ത്രീകളുടേത്. ഇവർക്ക് ബാഡ് ബോയ്, ബാഡ് മാൻ ഇവരെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഈ ബാഡ് ബോയ്, അതുപോലെ ബാഡ് മാൻ, നമ്മളൊക്കെ കുരുത്തം കെട്ടവൻ, അതുപോലെ ഒക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ അതുപോലെയുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇവരിൽ ചില നല്ല ക്വാളിറ്റീസ്, ബാഡ് ബോയ് ആണെങ്കിൽ, ബാഡ് മാൻ ആണെങ്കിൽ ഇവർ നല്ല ക്വാളിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ഒന്ന്, ഹൈലി കോൺഫിഡൻസ് ആയിട്ട്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എപ്പോഴും ഏത് വിഷയത്തിലും. അതുപോലെ ഇവർ നെവർ മൈൻഡ് ചെയ്യും. ഇവരെ ചിലപ്പോൾ പബ്ലിക്കിൽ വെച്ച് ആളുകൾ കളിയാക്കിയാൽ ഇവരതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ്റെ ആ റൂട്ടിൽ അവിടെ സഞ്ചരിക്കും. അപ്പോൾ നെവർ മൈൻഡ് ചെയ്യും. എന്ത് ആളുകൾ പറഞ്ഞാലും ഇവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനെ തൊട്ട് തടയുന്ന എന്ത് കാര്യം ആര് പറഞ്ഞാലും ഇവൻ നെവർ മൈൻഡ് ചെയ്ത് അതിനെ തള്ളിക്കളയുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ ബാഡ് മാനിലുണ്ടാവുക. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളെ ഇഷ്ടപ്പെടാൻ കാരണം. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് റൂൾസുകൾ ഇവർ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ്. അവർക്ക് തടസ്സം വരുന്ന രൂപത്തിലുള്ള റൂൾസുകൾ അവർ അംഗീകരിക്കില്ല. അതുപോലെ വളരെ ആലോചിച്ച് കംഫർട്ടാണെങ്കിൽ മാത്രമാണ് റൂൾസുകൾ ഇവർ അംഗീകരിക്കുക. അന്ധമായി അംഗീകരിക്കുക, സ്വീകരിക്കുക എന്നുള്ള സ്വഭാവം ഈ ബാഡ് മാൻ, ബാഡ് ബോയ് എന്ന ഈ കുറ്റത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പൊതുവെ ഇത്തരത്തിലുള്ള ആളുകളെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം. സ്ത്രീകളുടെ ആറാമത്തെ വീക്ക്നെസ്സാണ് ഇഗ്നോർഡ് അറ്റൻഷൻ. ഈ
ചെറുപ്പക്കാരുടെ ഇത്തരത്തിലുള്ള പുരുഷന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഓവർ അറ്റൻഷൻ സ്ത്രീകൾക്ക് കൊടുക്കില്ല. അത് വീട്ടിലാണെങ്കിലും ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും കുടുംബത്തിലുള്ളവരാണെങ്കിലും ഈ പറയുന്ന ഇഷ്ടങ്ങളൊക്കെ തെറ്റായ രൂപത്തിലുള്ള ഇഷ്ടങ്ങളല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഓവറായി അറ്റൻഷൻ കൊടുക്കുന്നതിന് പകരം അവരുടെ ജോലിയിൽ അവർ എൻഗേജ്ഡ് ആവുകയും ബിസി ആവുകയും അവർ ഒരു ബാലൻസ്ഡ് ആയ ഒരു അറ്റൻഷനാണ് സ്ത്രീകൾക്ക് അവർ കൊടുക്കുക. എപ്പോഴും വീട്ടിൽ അവർ അവരുടെ അടുക്കൽ അവൈലബിൾ ആകുക. ചിലപ്പോൾ ചില ഭർത്താക്കന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഭാര്യ പുറത്തു പോകണമെങ്കിൽ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് അയച്ചുകൊണ്ട് എവിടെ പോയതാണ്, ആരാണ് സംസാരിക്കുന്നത്, എന്തിനാണ് സംസാരിക്കുന്നത്. പെൺകുട്ടികളോടാണെങ്കിൽ ചിലപ്പോൾ അധ്യാപകന്മാരുണ്ട്, പെൺകുട്ടികളൊക്കെ അവിടെ തിരിയാൻ പാടില്ല ഇവിടെ തിരിയാൻ പാടില്ല, ഇങ്ങനെ സ്ട്രിക്റ്റായി കൊണ്ട് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള രൂപത്തിൽ പെരുമാറുന്നത് പൊതുവെ സ്ത്രീകൾ ഇഷ്ടപ്പെടാറില്ല. നമ്മൾ അവരെ അടുക്കൽ എപ്പോഴും എല്ലാത്തിനും എന്ത് ചോദിച്ചാലും അവർക്ക് നൽകുക, എപ്പോഴും എത്ര പൈസ ചോദിച്ചാലും അവരെ കൊടുക്കുക, ആ രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളെ സ്ത്രീകൾ പൊതുവെ ഇഷ്ടപ്പെടാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളുടെ ഏഴാമത്തെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് പ്രീ സെലക്ഷൻ. ഒരു പുരുഷനെ, ഒരു ആൺകുട്ടിയെ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ, സ്കൂളിലോ മദ്രസയിലോ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ പുരുഷനിലേക്ക് മറ്റുള്ള കൂടുതൽ സ്ത്രീകൾ ആകർഷിക്കാനും അവരെ താല്പര്യപ്പെടാനും സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ സാധാരണഗതിയിൽ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു കട കാണുന്നു, അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, നല്ല ഭക്ഷണമാണ്, പക്ഷെ ആളുകളില്ലെങ്കിൽ നമ്മളവിടെ കയറില്ല. അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ചെറിയ തട്ടുകടയാണ്, പക്ഷേ വലിയ സംവിധാനങ്ങളൊന്നുമില്ല, പക്ഷെ ഒരുപാട് ആളുകൾ കാണുന്നെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങി എന്തോ ഒരു കൗതുകമുണ്ട്, എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഇറങ്ങിയിരിക്കുന്ന രൂപത്തിൽ നമ്മൾ സ്വാഭാവികമായി നമ്മളവിടെ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരാളിലേക്ക്, ഒരു പുരുഷനിലേക്ക് ഒരു സ്ത്രീ അവൻ ഇഷ്ടപ്പെടുകയും അവനെ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യുമ്പോൾ അവനിൽ എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന രൂപത്തിൽ മറ്റുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ഉമ്മമാർ, പെങ്ങന്മാർ, മറ്റുള്ള ആളുകളൊക്കെ ആ കുട്ടിയെ ഇഷ്ടപ്പെടും, ആ പുരുഷനെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടി വരില്ല. സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന എട്ടാമത്തെ തരം പുരുഷന്മാർ എന്ന് പറയുന്നത് മാസ്കുലിനിറ്റി. അതായത് ഒരു പുരുഷത്വമുള്ള, കണ്ടാൽ തന്നെ അവൻ്റെ ശരീരം വയറൊക്കെ ചാടാത്ത, ഒക്കെ ജിമ്മിനൊക്കെ പോയി നല്ല ഇരുമ്പ് പോലെയുള്ള ശരീരം ആകണമെന്നില്ല, അങ്ങനെയുള്ള ആളുകളെയും സ്ത്രീകൾ ഇഷ്ടപ്പെടില്ല. കേവലം ഒരു ഫ്രീക്കനായി നടക്കുക അല്ലെങ്കിൽ നല്ല വേഷങ്ങൾ മാത്രം ധരിക്കുന്ന ആളുകൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതിന് പകരം അവൻ്റെ ആ ഒരു നടത്തം, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള വാക്ക് നടത്തം, അതുപോലെ അവൻ്റെ ഡീപ്പ് വോയിസ്, സ്ത്രീകളെ പോലെ കൊഞ്ചി കൊണ്ടുള്ള സംസാരിക്കുക, അതിന് പകരം ഒരു പുരുഷനെ പോലെ സംസാരിക്കുന്നവൻ, അതുപോലെ അവൻ്റെ സംസാര രീതികൾ, അവൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ അഭിപ്രായങ്ങൾ, അവൻ്റെ ഇടപെടുന്ന ആ ഒരു ശൈലി, ഇതൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ ഒരു പുരുഷൻ്റെ ആ ഒരു വേഷവും ഭാഷയും ഇതൊക്കെ കണ്ടാൽ അതാണ് ഒരു പുരുഷൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ പുരുഷന്മാരുടെ മറ്റൊരു പ്രത്യേകതയാണ് സെൽഫ് കൺട്രോൾ ആയിരിക്കും. സെൽഫിനെ സ്വന്തം നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇവരുടെ ടോൺ എന്ന് പറയുന്നത് നല്ല സ്റ്റഡി ടോൺ ആയിരിക്കും. ഇവരുടെ ഒരു സ്ലാങ്, അവരുടെ ശൈലിയൊക്കെ വളരെ സ്റ്റഡിയായ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. സ്ത്രീകളുടെ 9ാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് കാരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. ഈ പുരുഷന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയാണ്. ഒരാളോട് സംസാരിച്ചാൽ അയാൾ ചെറിയ സമയമായിരിക്കും സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപാട് വർഷക്കാലം അത് നീണ്ടു നിൽക്കും. ആ ഒരു പരിചയം അത്രക്കും ആകർഷിക്കുന്ന, ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലാണ് അയാളുടെ സംസാരവും ആ പെരുമാറ്റ രീതിയും. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് നല്ല സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഒരു തണുത്ത രൂപത്തിലുള്ള സംസാരമായിരിക്കില്ല. അതുപോലെ പറഞ്ഞ ആ വാക്കിന് ഒരു വില കൽപ്പിക്കുകയും വാക്ക് പാലിക്കുകയും ചെയ്യുന്ന മറ്റൊരു പ്രത്യേകതയാണ് പ്രോബ്ലം സോൾവിങ്. പ്രശ്നങ്ങൾ മക്കൾക്കോ വീട്ടിലോ ഭാര്യമാർക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ വളരെ ആലോചിച്ച് ബുദ്ധിപരമായി വളരെ പക്വമായ രീതിയിൽ പ്രശ്നത്തെ പരിഹരിക്കുന്ന പുരുഷന്മാരെയാണ്. എടുത്ത് ചാടി ദേഷ്യം പിടിച്ച് എല്ലാം കൊളാക്കി കുടുംബത്തൊക്കെ നാശപ്പെടുത്തി ചിലപ്പോൾ പബ്ലിക്കിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരുപാട് പുരുഷന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആർക്കും ഇഷ്ടമില്ല എന്നല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇഷ്ടപ്പെടില്ല. സ്വന്തം ഭാര്യമാർക്ക് വരെ അങ്ങനെയുള്ള പുരുഷന്മാരെ ഇഷ്ടപ്പെടില്ല. ദേഷ്യം പിടിക്കുകയും എടുത്തു ചാടുന്ന ആളുകൾ വളരെ പക്വമായി സമാധാനത്തോടും ക്ഷമയോടുകൂടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാറുള്ളത്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഉറച്ച തീരുമാനം എല്ലാ വിഷയത്തിലും എടുക്കില്ല. അഥവാ തീരുമാനമെടുത്താൽ അത് ഉറച്ച തീരുമാനമായിരിക്കും. അതുപോലെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഇവരുടെ ലൈഫ് സ്റ്റൈൽ. വീട്ടിലുള്ള ആളുകളെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ തന്നെ കുട്ടികൾ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കുക, ഭാര്യയെ ഉപദേശിക്കുക, ഭർത്താവ്, ഉപ്പയോ അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ മക്കൾക്ക് ഉപദേശം കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല. അതേ സമയത്ത് ഇയാൾ കൃത്യമായ രൂപത്തിലൂടെ ചിട്ടയിലൂടെ ജീവിക്കുന്നയാളാണെങ്കിൽ അത് തന്നെയാണ് കുട്ടികൾക്കുള്ള ഏറ്റവും
നല്ല ഉപദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിലുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നത്. 10ാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത്, കൂടുതൽ സ്ത്രീകളും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പുരുഷന്മാർ എന്ന് പറയുന്നത് ഇമോഷണലി ഇൻ്റലിജൻസ്. സ്ത്രീകളുടെ വികാരങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന പുരുഷൻ, അതുപോലെ അവരെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷൻ. പ്രയാസമുണ്ടാകുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയോടുള്ളത് ആത്മാർത്ഥമാണോ എന്നറിയണമെങ്കിൽ ഭാര്യ രോഗിയാകണം. അതുപോലെ മാതാപിതാക്കളോടുള്ള സ്നേഹം മക്കളുടേത് ആത്മാർത്ഥമാണെന്നറിയണമെങ്കിൽ അവർ വാർദ്ധക്യത്തിലെത്തണം. അപ്പോഴാണ് മനസ്സിലാവുക. പ്രയാസഘട്ടത്തിൽ കൂടെ നിൽക്കുക, സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുക. അതുപോലെ അവർ പറയാതെ തന്നെ, ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥ കണ്ടോ അല്ലെങ്കിൽ പെരുന്നാളിനോ മറ്റുള്ള ആഘോഷ ദിവസങ്ങളിൽ അവർക്ക് വസ്ത്രം വേണ്ടി വരും, വീട്ടിൽ സാധനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, പക്ഷെ നമ്മളോട് പറയില്ല അവർ. പക്ഷേ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്തു കൊടുക്കുന്ന അത്തരത്തിലുള്ള പുരുഷന്മാരെയാണ് പൊതുവെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാറുള്ളത്. പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ കൂടുതൽ സംസാരിക്കുന്നവരും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരാണ് ഇഷ്ടപ്പെടുക. അവരെ നല്ല ഗുഡ് ലിസണർ, അവരെ കേൾക്കുന്ന, അവരെ പ്രയാസങ്ങൾ കേൾക്കുകയും വളരെ ശാന്തനം കേൾക്കുകയും അതിന് പരിഹാരം പറയുകയും, അല്ലെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് കേട്ടു നിൽക്കാനുള്ള മനസ്സ് കാണിക്കുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾക്കുള്ളത്. അല്ലാതെ ഒരുപാട് പണമോ അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസം, ഒരുപാട് യോഗ്യതകളും വലിയ ലീഡർഷിപ്പൊക്കെ ഉണ്ട്, വലിയ ഉന്നതിയുണ്ട്, സമൂഹത്തിലൊക്കെ വലിയ വിലയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്ത്രീകൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നത്. കൊണ്ട് നമ്മൾക്ക് ഇതിൽ ഏതൊക്കെയാണോ കാര്യങ്ങളൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, ആ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മമാർ ഇഷ്ടപ്പെടുന്നില്ല, കുട്ടികൾ അധ്യാപകനെ ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ഭർത്താവിനെ ഭാര്യ ഇഷ്ടപ്പെടുന്നില്ല, പെൺകുട്ടികൾ ഉപ്പയെയും അച്ഛനെയും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ ഈ ക്വാളിറ്റീസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക, ഇതിനെ ഇമ്പ്രൂവ് ചെയ്യുക. അതിന് നല്ല ഒരു പരിഹാരം